സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഹചര്യങ്ങളാണല്ലോ ഏതൊരു മനുഷ്യനെയും മാറ്റുന്നത്. അങ്ങനെ എന്തായാലും സ്വന്തം ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ദേവിക ആ പഴയ പാവത്തുള്ള പെൺകുട്ടിയിൽ നിന്നും കരുത്തുള്ള ഒരു പെൺകുട്ടിയിലേക്ക് മാറുന്നുണ്ട്. വെറും ഒരു MLA ആയിട്ട് മാത്രമല്ല, ഒരു ഭാര്യയായിട്ടും കൂടിയാണ് ദേവിക ഇസബെല്ലയും നന്ദനയും പൊക്കാനായിട്ട് ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ കൈയോടെ കണ്ടുപിടിക്കുന്നെങ്കിലും നന്ദന് അപ്പോൾ പോലും യാതൊരു കുറ്റബോധവും ഇല്ല. നന്ദനാണെങ്കിൽ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ദേവികയെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്ന് കരുതിയിരിക്കുമ്പോൾ ദേവിക ശക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പം വന്നിരിക്കുന്നത് ഒരു ഭാര്യയുടെ അധികാരം കാണിക്കാനൊന്നുമല്ല. എനിക്ക് എൻ്റെ ഫയൽ നഷ്ടമായതിനെക്കുറിച്ച് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുശേഷം ഞാൻ തന്നെ വിട്ടു തന്നേക്കാം എന്ന് പറയുമ്പോൾ നന്ദൻ ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട്. ദേവിക എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനും ഇസബെല്ലയും തമ്മിലുള്ള ബന്ധം അവൾ തെറ്റിദ്ധരിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം നന്ദൻ ഉറപ്പാകുന്നെങ്കിൽ പോലും ഇസബെല്ലയെ വിട്ട് ഒരക്ഷരം ദേവികയ്ക്ക് സപ്പോർട്ടായിട്ട് പറയാൻ നന്ദന് പറ്റുന്നില്ല. കാരണം ദേവികയോ ഇസബെല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ ഇസബെല്ല എന്നുള്ളൊരു ഉത്തരമാണ് നന്ദന് പറയാനാകുന്നത്. ഋഷി കൊലപാതക കേസ് സഹായിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്ന പ്രശ്നങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ആ ഒരു നന്ദിയൊക്കെ നന്ദൻ കാണിക്കുമ്പോൾ നന്ദന് 18ൻ്റെ പണി ദേവികയും ഗിരീഷും കൂടി ചേർന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും നന്ദനെയും കൂട്ടി പോകാനൊരുങ്ങുമ്പോൾ ഇസബെല്ല ശക്തമായിട്ട് പറയുന്നുണ്ട്, പറ്റില്ല, നന്ദനെയും കൂട്ടി പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. നന്ദൻ 2 ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്ലാൻ തടഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ദേവിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാഞ്ഞ് ഇസബെല്ലയെ ആഞ്ഞു പിടിച്ച് തള്ളുന്നുണ്ട്. അവൾ ആ ഒരു തള്ളിൻ്റെ ശക്തിയിൽ ഭിത്തിയിലേക്ക് ചെന്ന് വീഴുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നന്ദനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ദേ ഗിരീഷേട്ടാ, ഇവളെയും കൂട്ടി ഇപ്പം തന്നെ ഇവിടുന്ന് പൊക്കോണം, ഇനി ഒരു നിമിഷം നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗിരിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ശാരിക്ക് കൊടുത്ത വാക്ക് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട്. കൈ വീശി നന്ദൻ്റെ സിഗരത്ത് ഒരടി കൊടുക്കുമ്പോഴത്തേക്കും നന്ദൻ ആകെ ഷോക്കാകുന്നു. ഇന്ന് വരെ ഗിരി ഒരളിയനെന്ന രൂപത്തിനല്ല, സ്വന്തം ചേട്ടനെ പോലെ ഒരുപാട് സ്നേഹിച്ച് പല കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആ അളിയൻ തൻ്റെ മുഖത്തേക്ക് കൈവീശി അടിക്കുന്നെങ്കിൽ താൻ എത്രമാത്രം തെറ്റുകാരനാണെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നന്ദനും ബോധ്യമാകുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തെയും കൂട്ടിപ്പോവാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കുമെന്ന് ദേവി വെല്ലുവിളിച്ച് പറയുന്ന സമയത്ത് എങ്കിൽ ഒന്ന് കാണണമല്ലോ, പോലീസിനെ വിളിക്കാം, പോലീസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഇസബെല്ലയാണെങ്കിൽ DYSPയെ വിളിക്കുന്നുണ്ട്. DYSP ആണെങ്കിൽ ഓൾറെഡി ഇസബെല്ലയ്ക്കും നന്ദനുമെതിരെ ദേവിക കംപ്ലൈൻറ്റ് അദ്ദേഹത്തിന് നേരിട്ടും DGPക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓർക്കാതെയാണ് ഇസബെല്ല പോലീസിനെ വിളിച്ചു വരുത്തുന്നത്. DYSP ആ സമയത്ത് ചിന്തിക്കുന്നത് തൻ്റെ മകളുടെ സ്ഥാനത്തുള്ള ഇസബെല്ലയെ ദേവിക ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ ദേവിക തല്ലിയോ എന്നുള്ള ആ ഒരു പേരിനും ഇസബെല്ലയ്ക്ക് സപ്പോർട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോലീസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാൽ ഇസബെല്ല എവിടെ കിടക്കുന്നു, ഒരു MLA എവിടെ കിടക്കുന്നു എന്നുള്ള പവർ അല്പസമയത്തിനുള്ളിൽ ദേവിക കാണിച്ചു കൊടുക്കും. കാരണം ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ദേവികയും ഗിരീഷും ചേർന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ പോലീസും ബഹളമൊക്കെ ആകുന്ന ആ ഒരു സമയം ഇതൊരു വലിയ വാർത്തയായിട്ട് TV-യിലൂടെ പ്രഭാവതിയും അതുപോലെ സിദ്ധുവും അറിയുന്നുണ്ട്. സിദ്ധു ആണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുവാണ്. തൻ്റെ മകൻ ഇത്രയും അധപ്പതിച്ച് പോയോ എന്നുള്ള വിഷമത്തിൽ സിദ്ധു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പ്രഭാവതിയോട്. താൻ എല്ലാ കാര്യവും അറിഞ്ഞു വെച്ച് മറച്ചു പിടിച്ചതിൻ്റെ ഭവിഷ്യത്തല്ലി ഇപ്പം നമ്മളുടെ കുടുംബം ഇത്രയും വലിയ മാനക്കേടിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോയത്. അവനെ ബാധിക്കുന്ന എന്ത് വലിയ പ്രശ്നമാണെങ്കിൽ പോലും ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, ആ പേരിനെങ്കിലും എന്നെ ഒന്ന് അറിയിക്കായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്തു തന്നേനെ. താൻ മറച്ചു വെച്ചതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പം നമ്മളുടെ കുടുംബം അനുഭവിക്കുന്നത്. പാവം MLA ദേവിക, അവൾ എങ്ങനെ ഇനി ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കും? അവളുടെ ഭാവി തന്നെ നീ കാരണം ഇല്ലാണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരമില്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് പ്രഭാവതി. എന്തായാലും പോലീസ് വന്ന് നമ്മുടെ ഇസബെല്ലയെയും അതുപോലെ നന്ദനെയും കൂട്ടി പോകുന്നുണ്ട്. ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തത് കൊണ്ട് ആ പേരിനാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഫയൽ തിരിച്ചു കൊടുക്കാതെ യാതൊരു മാർഗവും നന്ദൻ്റെ മുന്നിൽ ഇനിയില്ല. മാത്രമല്ല ഭാര്യ എന്ന നിലയ്ക്ക് ദേവിക തന്നിൽ നിന്നും അകന്നു എന്നുള്ള കാര്യവും നന്ദൻ ഉറപ്പാകുന്നുണ്ട്. ഇങ്ങനെ ന്യൂസൊക്കെ കണ്ട് രജനിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നുണ്ട്. കാരണം അവിടെ തൻ്റെ ഭർത്താവ് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട് ന്യൂസിലൂടെ. അങ്ങനെ ഗിരിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രജനിക്കാണെങ്കിൽ അമ്മയും നന്ദൻ എന്നൊക്കെ പറഞ്ഞ ജീവനാ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചുമ്മാ ടെൻഷൻ അടിക്കും, ദേവികയെ കുറ്റക്കാരിയാക്കും. അതുകൊണ്ട് തന്നെ നീ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ഗിരിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ആകെ സങ്കടപ്പെട്ട് രജനിയും വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും എനിക്കൊന്നും അറിയില്ല മോളെ, നീ കാണുന്നത് പോലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവുന്ന സിദ്ധുവും പറയുന്നുണ്ട്.
തങ്ങളോടൊപ്പം പഠിച്ച വെറും ഒരു പൊട്ടിപ്പെണ്ണാണ് MLA ആയിരിക്കുന്നത് എന്നുള്ള തൻ്റെ ഇടത്തിൻ്റെ പുറത്ത് ഇസബലയും നന്ദനും കെവിനും കാണിച്ചു കൂട്ടിയ ഈ മണ്ടത്തരം അവർക്ക് തന്നെ വിനയാകുന്നു. കൈവിലങ്ങണിഞ്ഞ് നന്ദനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൃശ്യം തൻ്റെ കയ്യിൽ കൈവിലങ്ങണിഞ്ഞരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു കൂട്ടിയ ഓരോ മണ്ടത്തരവും മറ്റുള്ളവരുടെ മുമ്പിൽ തല പൊക്കി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ തല കുനിച്ചു പോകുന്ന നന്ദനെ അധികം താമസിക്കാതെ കാണാനാകും.